ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന RRB NTPC CBT ആണ്. അതായത് ടയർ 1 എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റൻ ഡിസ്കഷൻ ആണ്. 2021 ജനുവരി 5-ാം തീയതി ചോദിച്ചിട്ടുള്ള ഷിഫ്റ്റ് 1 എക്സാമിന്റെ ക്വസ്റ്റൻ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി തന്നെ പഠിക്കുന്ന അറിയാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി ഉറപ്പായിട്ട് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രീവിയസ് ക്വസ്റ്റൻ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും കുറച്ച് ദിവസം ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ സ്പീഡ് നിങ്ങൾക്ക് എത്രത്തോളം ഇംപ്രൂവ് ആയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഡെയിലി നിങ്ങൾ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. Okay, first question എന്താ പറയുന്നത്, how many D's are there in the following series which are immediately followed by W but not immediately preceded by K? Okay, നമ്മുടെ എന്താ ആൽഫ ന്യൂമറിക് സീരീസ്. ഓക്കെ, ആൽഫ ന്യൂമറിക് സീരീസ് എന്ന ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണല്ലേ ആൽഫ ന്യൂമറിക് സീരീസ്. ഓക്കെ, അപ്പം ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, റാൻഡം ആയിട്ട് കുറച്ച് ആൽഫബറ്റ്സോ അല്ലെങ്കിൽ നമ്പേഴ്സോ അല്ലെങ്കിൽ സിമ്പിൾസോ ആയിട്ടുള്ള സീരീസ് ആണ്, റാൻഡം ആയിട്ട് സീരീസ് ആണ്. ആ ഒരു സീരീസിനെ അടിസ്ഥാനമാക്കിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ വരും അല്ലേ. എന്താ പറയുന്നത്, ഹൗ മെനി ഡീസ് ആർ ദെയർ ഇൻ ദ ഫോളോയിങ് സീരീസ് വിച്ച് ആർ ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ ഡബ്ല്യു ബട്ട് നോട്ട് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡ് ബൈ കെ. ഓക്കെ, ഈ ഒരു സീരീസിൽ എത്ര ഡി ഉണ്ട്? ഓക്കെ, എത്ര ഡി ഉണ്ട്? ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ ഡബ്ല്യു അല്ലെ, ഡിക്ക് ശേഷം ഡബ്ല്യു വരണം അല്ലെ. ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ ഡബ്ല്യു എന്ന് വെച്ചാൽ ഡിക്ക് ശേഷം ഡബ്ല്യു വരണം. ബട്ട് നോട്ട് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡ് ബൈ കെ, ഡിക്ക് മുൻപ് കെ വരാനും പാടില്ല. ഓക്കെ, ഇതാണ് ചോദ്യം അല്ലേ. അപ്പം ഈ ഒരു സീരീസ് എത്ര ഡി ഉണ്ട്, അതിന് ഡിക്ക് ശേഷം ഡബ്ല്യു വരണം, അതിന് മുന്നേ കെ വരാനും പാടില്ല എന്നാണ് ചോദ്യം അല്ലേ. അങ്ങനെ എത്ര ഡി ഉണ്ട്? ഫസ്റ്റ് ഇവിടെ ഡി ഉണ്ടല്ലേ, അതിന് ശേഷം നോക്കി സി ആണ് കിടക്കുന്നത്, കാരണം ഈ ഒരു ഡി നമുക്ക് എടുക്കാൻ സാധിക്കില്ല. മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ഡി വരുന്നുണ്ട്, ശേഷം ഡബ്ല്യു അല്ല, തൊട്ട് അടുത്ത ഡബ്ല്യു ഉണ്ട്, എന്നാൽ അതിന് മുന്നേ കെ കിടക്കുന്ന കാരണം ഈ ഡി നമുക്ക് എടുക്കാൻ സാധിക്കില്ല. ഓക്കെ, വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ അടുത്ത ഡി വരുന്നുണ്ട്, ശേഷം ഡബ്ല്യു ഉണ്ട്, അതിന് മുന്നേ കണ്ടോ ജി ആണല്ലേ, ഡിക്ക് മുൻപ് ജി ആയത് കാരണം ഈ ഒരു സെറ്റ് നമുക്ക് എടുക്കാൻ സാധിക്കും, കാര്യം ഡിക്ക് മുൻപ് കെ വരുന്നില്ല. ഓക്കെ, വീണ്ടും എന്താ തൊട്ടടുത്ത ഡി, വീണ്ടും ഇവിടെ ഡി കിടപ്പുണ്ട്, ശേഷം എന്താ ഡബ്ല്യു അല്ല, അതുകൊണ്ട് ഈ ഡി നമുക്ക് എടുക്കാൻ സാധിക്കില്ല. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഡി വരുന്നുണ്ട്, ശേഷം ഡബ്ല്യു ഉണ്ട്, മുൻപ് കെ അല്ലാത്ത കാരണം ഈ ഒരു സെറ്റ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ ലാസ്റ്റ് കണ്ട് വീണ്ടും ഡി ഉണ്ട്, അതിന് ശേഷം ഡബ്ല്യു വരുന്നുണ്ട്, മുൻപ് എന്താ ഇസ്ര ആയത് കാരണം അത് നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. അങ്ങനെ എത്ര ഡി വരുന്നു നമുക്ക്? 1, 2, 3 അല്ലെ, 3 ഡീസ് ഉണ്ട്. അത് കാരണം ഉത്തരം എന്താണ്? ഓപ്ഷൻ സി. കണ്ടോ, 3 എന്ന് കിട്ടും. സിമ്പിളാണ്. അപ്പം നന്നായിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഓർക്ക് അധികം സമയം കളയാതെ മാക്സിമം ഫാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ശരി, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 letter clusters have given out of which 3 are alike in some manner and 1 is different. Select the odd one. ഓക്കെ, നമ്മുടെ ഓഡ് മാൻ ഔട്ട്. ഓക്കെ, ഓഡ് മാൻ ഔട്ട് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട ചോദ്യം കേട്ടോ. ഓഡ് മാൻ ഔട്ട് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, ഇവിടെ 4 ഓപ്ഷൻസ് എന്താ, എല്ലാം ലെറ്റേഴ്സ്. ലെറ്റേഴ്സ് അത് കാരണം ലെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഓർക്കുക, ലെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കോഡ് ഡീകോഡിംഗ് വരുന്നുണ്ട് അല്ലേ, അതുപോലെ അനലോഗി വരുന്നുണ്ട്, ഈ ഓഡ് മാൻ ഔട്ട് വരുന്നുണ്ട്, പിന്നെ ലെറ്റർ സീരീസ്. അപ്പോൾ 4 ടോപ്പിക് ലെറ്റേഴ്സ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ ലെറ്റേഴ്സുകളുടെ കറസ്പോണ്ടിങ് നമ്പേഴ്സ്, ഓക്കെ, ഒരു ഉപേക്ഷയും കൂടാതെ പഠിച്ച് കറസ്പോണ്ടിങ് നമ്പേഴ്സ് പഠിക്കണം. കൂടാതെ ഇവരുടെ ഓപ്പോസിറ്റ് പേഴ്സും ഒരു ഉപേക്ഷയും കൂടാതെ പഠിച്ചെടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 4 ടോപ്പിക്സിലാണ് ലെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉള്ളത്, കാരണം അധികം സമയം വേസ്റ്റ് ആക്കാതെ മാക്സിമം ഫാസ്റ്റ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ഇപ്പോൾ കറസ്പോണ്ട് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോൾ എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ PSRQ. ഓക്കെ, സെക്കൻഡ് വൺ VYXW, CGF, JMLK. അപ്പോൾ ഇതിനകത്ത് ഒറ്റേനെ കണ്ടെത്തണം. അതായത് അതിനകത്ത് എന്താണ്, 4 ഓപ്ഷനിൽ 3 പേർക്ക് ഒരേ പാറ്റേൺ അല്ലേ, സെയിം പാറ്റേണും ഒരാളാണ് ഡിഫറെൻറ്റ് പാറ്റേൺ അല്ലേ, അയാളെ കണ്ടെത്തുക. ഓക്കെ, ശരി. അപ്പം ഇവിടെ എന്താണ്, ലെറ്റേഴ്സ് എല്ലാം അത്യാവശ്യം കൺസിക്യൂട്ടീവ് അടുത്തടുത്ത ലെറ്റേഴ്സ് ആയത് നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ പറഞ്ഞു നോക്കിയാൽ മതി, നമ്പേഴ്സ് എടുക്കാതെ വെറുതെ പറഞ്ഞു നോക്കിയാൽ മതിയാകും അല്ലേ. അപ്പം എന്താണ്, ഫസ്റ്റ് P ആണ്. അപ്പോൾ P ഉണ്ട്, പിന്നീട് ലാസ്റ്റ് Q വരുന്നുണ്ട്, അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് ലെഫ്റ്റേക്ക് പോയാൽ R വരും, തൊട്ടടുത്ത് S കണ്ടോ, PQRS ആ ഒരു രീതിയിൽ അല്ലേ, PQRS ഈ ഒരു രീതിയിൽ ആ ഒരു പാറ്റേൺ പോയിട്ടുണ്ട് അല്ലേ. സെക്കൻഡ് എടുക്കാം, ഓപ്ഷൻ B എടുക്കുമ്പോഴത്തേക്ക് കണ്ടോ, ആദ്യമേ V ആണ്, അവസാനം കണ്ടോ അവസാനം W വന്നു അല്ലേ, പിന്നീട് XY. ഓക്കെ, W കഴിഞ്ഞ് XY. അപ്പോൾ ഓപ്ഷൻ എക്കും ബിക്കും ഒരേ പാറ്റേൺ ആണ്. ഓപ്ഷൻ സി എടുക്കുവാണെങ്കിൽ സി കഴിഞ്ഞിട്ട് എന്താണ്, ലാസ്റ്റ് ആക്ച്വലി F അല്ല അല്ലേ, D വരണം അല്ലേ. സി കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ ലാസ്റ്റ് D ആയിരുന്നു വരേണ്ടത് അല്ലേ. അത് കാരണം നമുക്ക് ഓപ്ഷൻ സി ആയിരിക്കും വ്യത്യസ്തനായിട്ട് ആള്. നമുക്ക് ഓപ്ഷൻ ഡിയും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഉണ്ടോ, ഫസ്റ്റ് J ആണ്, J ശേഷം അവസാനം K വരുന്നു, തൊട്ട് മുൻപ് K L ആണ്, വീണ്ടും തൊട്ട് മുൻപ് കണ്ടോ M വരുന്നു. അപ്പം ഓപ്ഷൻ എക്കും ബിക്കും ഡിക്കും ഒരേ പാറ്റേൺ ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ വ്യത്യസ്തനായിട്ട് നിൽക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഓക്കെ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതൊക്കെ അധികം സമയം എടുക്കാതെ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. ഇതൊക്കെ മാക്സിമം 10 സെക്കൻഡ് കൊണ്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അധികം സമയം കളയരുത്. ശരി, മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3,
സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു തേർഡ് വേർഡ് ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് വേർഡ് ഇസ് റിലേറ്റഡ് ടു ഫസ്റ്റ് വേർഡ്. ഓക്കെ, ഇതെന്താ നമ്മുടെ അനലോഗി അല്ലെ, അനലോഗി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം അല്ലെ, സമാന ബന്ധങ്ങൾ. ഓക്കെ, ഇവിടെ ചോദ്യം ബീഹാർ ഈസ് ടു ജാർഖണ്ഡ് ഈസ് എ ഛത്തീസ്ഗഡ് ഈസ് ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, നമ്മുടെ വേർഡ് അനലോഗിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം വേർഡ് അനലോഗി എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര വാസ്റ്റ് ആണല്ലോ, ഭയങ്കര വാസ്റ്റ് ടോപ്പിക്കാണ്. നമ്മുടെ GK മൊത്തം വേണം, സ്ട്രാറ്റജിക്ക് മൊത്തം വേണം, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എല്ലാം വേണം അല്ലേ. അപ്പം എന്തിവിടെ ചോദിക്കാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടൈപ്പ് അനലോഗിയിൽ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസും എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയ ആണ് കൂടുതൽ നിങ്ങൾ വായിച്ച് നോക്കേണ്ട ഐഡിയ നിന്ന് കിട്ടും. അപ്പോൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവർ പക്കയുടെ ഐഡിയ കിട്ടും. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ബീഹാർ ഈസ് ടു ജാർഖണ്ഡ്. ഫസ്റ്റ് ടേം എങ്ങനെ സെക്കൻഡ് ടേമായി ജാർഖണ്ഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, അങ്ങനെയെങ്കിൽ ഛത്തീസ്ഗഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സംസ്ഥാനം ഏത് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ബീഹാറും ജാർഖണ്ഡും എന്താ വരുന്നത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ ജാർഖണ്ഡ് എന്ന് പറയുന്ന പുതിയ സംസ്ഥാനം ബീഹാറിന്റെ പാട്ടായിരുന്നു 2000 മുൻപ് വരെ അല്ലെ, 2000 മുൻപ് വരെ ബീഹാറിന്റെ പാട്ടായിരുന്നു ജാർഖണ്ഡ് അല്ലെ. അങ്ങനെയെങ്കിൽ ഛത്തീസ്ഗഡ് നേരത്തെ ഏത് സംസ്ഥാനം 2000 അല്ലെ, നമുക്ക് 2000-ലാണ് ഈ പറഞ്ഞ ബീഹാറിൽ നിന്നാണ് ജാർഖണ്ഡ് പുതിയ സംസ്ഥാനം വന്നത്. അതുപോലെ ഛത്തീസ്ഗഡ് ആക്ച്വലി മധ്യപ്രദേശ് എന്ന സംസ്ഥാനത്തു നിന്നാണ് ആക്ച്വലി ഛത്തീസ്ഗഡ് ഡിവൈഡ് ആയി വന്നത് അല്ലെ. 2000-ലാണ് ഈ പറയുന്ന ഡിവിഷനൊക്കെ വന്നത്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആണെന്ന് കരുതുമ്പോൾ നിങ്ങളുടെ അത്യാവശ്യം നമുക്ക് നമ്മുടെ ജോഗ്രഫി ഒക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഇസ് ബെസ്റ്റ് റെപ്രസെന്റഡ് ബൈ ഗിവൻ വെൻ ഡയഗ്രാം. ഓക്കെ, വെൻ ഡയഗ്രാമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്, വെൻ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഒരു വെൻ ഡയഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ആയിരുന്നു കണ്ടുപിടിക്കണം. ഓപ്ഷൻ എ ഡോക്ടർ മാൻ സ്റ്റുഡന്റ്, സെക്കൻഡ് വൺ ടേബിൾ ചെയർ ഫർണിച്ചർ, തേർഡ് വൺ ഗോൾഡ് സിൽവർ ഓർണമെന്റ്സ്, ഫോർത്ത് വൺ ഫാമിലി പേരൻസ് ചിൽഡ്രൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ തന്നിരിക്കുന്ന വെൻ ഡയഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ട് വരാൻ സാധിക്കുന്ന ഓപ്ഷൻ ആരാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ എടുക്കുവാണെങ്കിൽ ഡോക്ടർ മാൻ സ്റ്റുഡന്റ് എടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ എയ്ക്ക് പകരം ഡോക്ടർ എടുക്കാം. ഓക്കെ, ശരി. പിന്നീട് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് മാൻ അല്ലെ, സെക്കൻഡ് ആയിട്ട് മാൻ കൊടുക്കാമല്ലോ, സിക്ക് ഒരു മാൻ കൊടുക്കാം. നമുക്കറിയാം എന്താണ് സം ഡോക്ടേഴ്സ് ആർ മാൻ അല്ലെ, നമുക്ക് കുറച്ച് മാൻ ഡോക്ടേഴ്സ് ആണ്, കുറച്ച് ഡോക്ടേഴ്സ് മാൻ എന്ന് പറയാൻ പറ്റും. കാര്യം എല്ലാ പുരുഷന്മാരും ഡോക്ടർമാരെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സം റിലേഷൻ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ സ്റ്റുഡന്റ് എടുക്കാം. ഉറപ്പായിട്ടും ഡോക്ടേഴ്സ് എല്ലാം അല്ലെ, പല ഡോക്ടേഴ്സ് സ്റ്റുഡന്റിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ പല പുരുഷന്മാരും സ്റ്റുഡന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് റൈറ്റ് ആൻസർ. നമുക്ക് ബാക്കി ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ടേബിൾ ചെയർ ഫർണിച്ചർ. ഓക്കെ, അവരുടെ റിലേഷൻ എങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫർണിച്ചർ എന്ന ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിനകത്താണ് ആക്ച്വലി ടേബിളും ചെയറും വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും തന്നിരുന്ന ഫിഗർ ആകത്തില്ല. ഓപ്ഷൻ സി എടുക്കുകയാണെങ്കിലും ഓർണമെന്റ്സ് എന്ന ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിലാണ് നമ്മുടെ ഗോൾഡ് ഓർണമെന്റ്സും സിൽവർ ഓർണമെന്റ്സും നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. ഇവർ തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ഉണ്ടെന്ന് പറയാനും പറ്റില്ല അല്ലേ. ക്ലിയർ അല്ലേ. അതുപോലെ ഫാമിലി പേരൻസ് ചിൽഡ്രൻ അല്ലേ, ഫാമിലി എന്ന ഗ്രൂപ്പിനകത്താണ് നമ്മുടെ പേരൻസും ചിൽഡ്രനും. ഓക്കെ, ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. സെറ്റ് അല്ലേ. അപ്പോൾ അത് കാരണം ഓപ്ഷൻ ബി വരില്ല, സി വരില്ല, ഡി വരില്ല, ഓപ്ഷൻ എ തന്നെയാണ് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ക്രൂഡ് ഈസ് റിട്ടൺ ആസ് BSTED. ഹൗ ഈസ് മോയിസ് റിട്ടൺ ഇൻ ദാറ്റ് ലാംഗ്വേജ്. ഓക്കെ, നമ്മുടെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ. ശരി, അപ്പോൾ എന്താണ് ഇവിടെ ഒരു വാക്കിന്റെ ക്രൂഡ് എന്ന വാക്കിന്റെ കൂടെ BSTED എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് കറസ്പോണ്ടിങ് നമ്പേഴ്സ് വെച്ച് യൂസ് ചെയ്യണം, എളുപ്പം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വീണ്ടും ഓർക്കുക, എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ CRUD എന്ന് എഴുതി സമയം കളയരുത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവരെ കറസ്പോണ്ട് നമ്പേഴ്സ് എഴുതുക. ഓക്കെ, അതായത് C3, R18, U21, D4, E5. ഓക്കെ, കറസ്പോണ്ടിങ് കോഡ് BSTED അല്ലേ. B2 ആണ്, S19, T20, E5, D4. അപ്പോൾ ഇവിടെ നിന്ന് സംഭവിച്ചിരിക്കുന്നത് ആദ്യമേ 3-2 അല്ലേ. 3-2 ആക്ച്വലി -1 ആണ്. 18-19 ആണ്, അത് +1 ചെയ്യണം അല്ലേ. വീണ്ടും 20-21 അത് -1 ആണ്. വീണ്ടും 4-5 അത് +1. അടുത്തത് 5-4 -1 അല്ലേ. അപ്പം ഇങ്ങനെയാണ് ചെയ്തത്. അപ്പം ഇവിടുത്തെ കോഡ് എങ്ങനെയാണ് പോയിരിക്കുന്നത്, -1 +1 -1 +1 -1 ഈ രീതിയിലാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് മോയിസ് എന്ന വാക്കിന്റെ കോഡ് വേണം. വീണ്ടും പറയുവാണ്, വീണ്ടും M അല്ലെങ്കിൽ മോയിസിന് സമയം കളയരുത്. ഇവരെ കറസ്പോണ്ട് നമ്പേഴ്സ് മാത്രം എഴുതിയാൽ മതിയാകും. ഓക്കെ, M 13ാമത്തെ ആള്, O15, I9, S19, T20 ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, 13 -1 ചെയ്യണം. ആദ്യം -1 ആയതാണ്, ഇവിടെ -1 ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് 12 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ 12 ആക്ച്വലി ആരാ, L അല്ലേ, L ആണ്. അപ്പോൾ അത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ C D നമുക്ക് ഡയറക്റ്റ് ഒഴിവാക്കാൻ പറ്റും അല്ലേ. L ആണ് ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ശരി,
നെക്സ്റ്റ് അപ്പോൾ ഓപ്ഷൻ എയും ബിയും എടുക്കുവാണെങ്കിൽ തൊട്ടടുത്ത ലെറ്റർ എൻ ആണ്, അല്ല ഇവിടെ ബി ആണ്, സോറി പി ആണ്. അപ്പോൾ എന്നും പി എന്ന് ഉറപ്പായിട്ട് നെക്സ്റ്റ് ആളെ നോക്കുമ്പോൾ ഉത്തരം കിട്ടും, അല്ല നെക്സ്റ്റ് ആളെ നോക്കുമ്പോൾ ഉത്തരം കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് 15 + 1, അടുത്ത +1 ചെയ്യുമ്പം 16 വരും. 16 പി ആണ്. അപ്പോൾ എൽ പി വരുന്ന ഓപ്ഷൻ ബി മാത്രമാണ് എൽ പി വരുന്നത്. ഓപ്ഷൻ എ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ വീണ്ടും ബാക്കി ഫുൾ സമയങ്ങളുടെ ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അനാവശ്യമായിട്ട് എടുത്ത് ഒഴിവാക്കിയിട്ട് ആവശ്യം മാത്രം എഴുതിക്കൊണ്ട് മതി ആൻസറൊക്കെ എത്താൻ ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ? ഓക്കെ, ഇപ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് എവരി കോംപ്ലക്സ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് എ റിയൽ നമ്പർ. എല്ലാ കോംപ്ലക്സ് നമ്പറും റിയൽ നമ്പറിന്റെ ഫോമിലാണോ എക്സ്പ്രസ് ചെയ്യുന്നത്? ശരിയാണോ? ഒരിക്കലും അല്ല. കാര്യം എന്താ? ആക്ച്വലി കോംപ്ലക്സ് നമ്പർ നമ്മളതിനെ ഇസഡ് എന്ന പേരിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഇസഡ് ഈക്വൽ ടു a + ib. ഓക്കെ, ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പറിന്റെ ഫോം. ഇതിൽ ഫസ്റ്റ് എ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിയൽ പാർട്ടും ഓക്കെ, അതുപോലെ ഐ ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ടുമാണ്. ഓക്കെ, ഇമാജിനറി പാർട്ടുമാണ്. അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് നമ്പർ ഒരിക്കലും റിയൽ നമ്പറിന്റെ പാർട്ട് അല്ലെങ്കിൽ റിയൽ നമ്പർ വെച്ച് മാത്രം നമുക്ക് ഒരിക്കലും എന്താണ് ഡിനോട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഓർക്കുക, ഈ പറയുന്ന എയും ബി, ബേസിക്കലി എയും ബി എന്ന് പറഞ്ഞാൽ നോർമലി റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, പക്ഷേ ഈ സെക്കൻഡ് പാർട്ടിൽ ഐ വന്നു. ഐ മീൻസ് റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പറുകളുടെ വാല്യൂ ആണ് ഐ കൊണ്ട് ബേസിക്കലി ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നെഗറ്റീവ് നമ്പേഴ്സിന്റെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഐ ചേർത്ത് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് അവിടെ കോംപ്ലക്സ് നമ്പറിന് ഒരു ഇമാജിനറി പാർട്ടും ഒരു റിയൽ പാർട്ടും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും കോംപ്ലക്സ് നമ്പറിന് റിയൽ നമ്പറിന്റെ പാർട്ടിൽ മാത്രം എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ എടുത്താൽ എവരി ഇൻറ്റിജർ ഈസ് എ നാച്ചുറൽ നമ്പർ. ശരിയാണോ? അതും ഒരിക്കലും ശരിയല്ല. കാര്യം എന്താ? ആക്ച്വൽ നാച്ചുറൽ നമ്പർ n എന്ന് പറയുന്നതാണ് 1, 2, 3 എക്സെട്ര ടു ഇൻഫിനിറ്റി അല്ലേ. 1 മുതൽ മുന്നോട്ട് പോകുന്ന നമ്പേഴ്സ് മാത്രമാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സ്, -1, -2 അങ്ങനെ നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ ആക്ച്വലി എന്താണ് ഈ പറഞ്ഞ ഇൻറ്റിജേഴ്സിനകത്ത് ഉൾപ്പെടും അല്ലേ. അപ്പം റിയൽ നമ്പർ ഇൻറ്റിജേഴ്സ് നമുക്ക് ഒരു വർഷത്തിലും നാച്ചുറൽ നമ്പർ എന്ന് പറയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ആണ് തെറ്റാണ്. ഇനി തേർഡ് എടുത്തു കഴിഞ്ഞാൽ എവരി റിയൽ നമ്പർ ക്യാൻ ബി റിട്ടൺ ഇൻ കോംപ്ലക്സ് ഫോം. എല്ലാ റിയൽ നമ്പറും നമുക്ക് കോംപ്ലക്സ് ഫോമിൽ എഴുതാൻ സാധിക്കുമോ? ഉറപ്പായിട്ടും പറ്റും അല്ലേ. ഇങ്ങനെ എഴുതിയാൽ മതി. ആ നമ്പർ റിയൽ നമ്പർ ഇങ്ങനെ എഴുതാം. എക്സാമ്പിൾ r ഈക്വൽ ടു ഓക്കെ a + 0i അല്ലെങ്കിൽ i0 എന്ന് കൊടുക്കാം. അപ്പം ഈ ഐയുടെ കൂടെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ ഈ ഒരു ഇമാജിനറി പാർട്ട് എന്താണ് 0 ആയി പോകും അല്ലേ. എഫക്റ്റീവ്ലി ഇതിന്റെ വില 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഒരു റിയൽ നമ്പർ പക്കയായിട്ട് കിട്ടുകയും ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ റിയൽ നമ്പറിന് കോംപ്ലക്സ് ഫോമിൽ എഴുതാൻ സാധിക്കും. ഒരു 0 ചേർത്ത് അല്ലെങ്കിൽ 0 ആയി കൊടുത്താൽ മതി. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ സി ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. നമുക്ക് ഡിയും കൂടെ ചെക്ക് ചെയ്യാം. എവരി റിയൽ നമ്പർ ഈസ് ആൻ ഇൻറ്റിജർ. എല്ലാ റിയൽ നമ്പർ ഇൻറ്റിജർ ആണോ? ഒരിക്കലല്ല. ആക്ച്വലി എല്ലാ ഇൻറ്റിജറുമാണ് റിയൽ നമ്പേഴ്സ് അല്ലേ. അത് കാരണം ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നമ്മൾ ബേസിക് മാത്സ് ഒക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കുക. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് വുഡ് കം നെക്സ്റ്റ് ഇൻ ദ ഗിവൺ സീരീസ്. ഓക്കെ, ഇവിടെ എന്താ നമ്മുടെ ഫിഗർ സീരീസ്. ഓക്കെ, ഫിഗർ സീരീസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആക്ച്വലി സീരീസിനകത്ത് തന്നെ നമ്പർ സീരീസ് ഉണ്ട്, ലെറ്റർ സീരീസ് ഉണ്ട്, അതുപോലെ ഫിഗർ സീരീസ് നോൺ വെർബൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ സീരീസിനകത്ത് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവം? ഈ ആദ്യത്തെ ഈ ആരോ എന്ന് പറയുന്നത് ഓക്കെ സെക്കൻഡ് ഫിഗർ ആയപ്പോഴത്തേക്കും സെക്കൻഡ് എന്താണ് ആളിലോട്ട് പോയപ്പം അതെന്തായി, അത് അല്ല താഴേക്ക് എന്താണ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് അത് ഈസ്റ്റിലേക്ക് ഫോക്കസ് ചെയ്ത ആരോ ഇപ്പം എന്തായി സൗത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. വീണ്ടും എന്തായി അയാൾ വെസ്റ്റ് ഡയറക്ഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. വീണ്ടും എന്താണ് അടുത്ത ഫിഗറിലേക്ക് പോയപ്പം അത് നോർത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് എന്താണ് സംഭവം ഇവിടെ ഈസ്റ്റ് സൗത്ത് ആയി അല്ലേ. നമുക്കറിയാം മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, വലത് ഭാഗത്ത് ഈസ്റ്റ്, ഇടത് ഭാഗത്ത് വെസ്റ്റ് ആണ്. അപ്പോൾ ആദ്യം ഈസ്റ്റ് സൗത്ത് ആയെങ്കിൽ അതിനർത്ഥം എന്താണ്, നേരെ അയാൾ 90 ഡിഗ്രി അല്ലേ, 90 ഡിഗ്രി റൈറ്റിലോട്ട് മൂവ് ചെയ്തു അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്തു അല്ലേ, അല്ലെങ്കിൽ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇവർ ഓരോ പ്രാവശ്യം വലത്തോട്ട് 90 ഡിഗ്രി വെച്ച് റൊട്ടേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഈസ്റ്റ് ആണ്, പിന്നെ സൗത്ത് വന്നു, വീണ്ടും വെസ്റ്റ് വന്നു, അടുത്ത നോർത്ത് ആണെങ്കിൽ വീണ്ടും എന്താകും, വീണ്ടും ഇയാൾ ഈസ്റ്റിലേക്ക് പോയിന്റ് ഔട്ട് അല്ലേ ഫോക്കസ് ചെയ്യും. അങ്ങനെ ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ സി ആണ്. വളരെ സിമ്പിൾ ചോദ്യമാണ് ഓപ്ഷൻ സി. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു എ തേർഡ് വേർഡ് ഇൻ ദ സെയിം വേ ആസ് എ സെക്കൻഡ് വേർഡ് ഈസ് റിലേറ്റഡ് ടു എ ഫസ്റ്റ് വേർഡ്. ഓക്കെ, വീണ്ടും നമ്മുടെ അനലോഗിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം അല്ലെ, അനലോഗിയാണ്. ഓക്കെ, ഇതും എന്താ വേർഡ് അനലോഗിയാണ്. അപ്പോൾ ഈ ടോപ്പിയോട് ബന്ധപ്പെട്ട് ഇവിടെ രണ്ടാമത്തെ ചോദ്യമാണ് ഈ ഷിഫ്റ്റിൽ മാത്രം ചോദിച്ചിരിക്കുന്നത്. ശരി, ഇപ്പം എന്താ പറയുന്നത്,
ഷർട്ട് ഈസ് ടു അപ്പാരൽ ഈസ് എസ് നെക്ലസ് ഈസ് ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ടൈമായ ഷർട്ട് അപ്പാരലുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം ആക്ച്വലി അപ്പാരൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോത്തിങ്സ് അല്ലേ? നമ്മുടെ എന്താണ് ഷർട്ടും ട്രൗസേഴ്സും ഷൂസും എല്ലാം നമ്മുടെ അപ്പാരൽസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഷർട്ട് കറസ്പോണ്ടിങ് ടു അപ്പാരൽ ആണെങ്കിൽ നെക്ലസ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യും? ഓപ്ഷൻ എ ജുവലറി ഉണ്ട്, ഓപ്ഷൻ ബി നെക്ക്, ഓപ്ഷൻ സി ചെയിൻ, ഓപ്ഷൻ ഡി ഗോൾഡ്. എന്തായിരിക്കും വരിക? ഓപ്ഷൻ എ ജുവലറി അല്ലേ? നെക്ലസ് ഉറപ്പായിട്ടും ജുവലറിയിൽ ഉൾപ്പെടുന്നതാണ്. സിമ്പിൾ. ഓക്കെ, ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. സെലക്ട് ദ നമ്പർ ഫ്രം എമംഗ് ദ ഗിവൺ ഓപ്ഷൻസ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്. ഓക്കെ, ഇതെന്ന സംഭവം നമ്പർ സീരീസ്. ഓക്കെ, നമ്പർ സീരീസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 7, 12, 19, ക്വസ്റ്റ്യൻ മാർക്ക് 39. അപ്പം ഇടയ്ക്കത്തെ മിസ്സിംഗ് നമ്പർ ആരാന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, 7 12 ആയി, 12 19 ആയി. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ആരാന്ന് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഈ സീരീസ് നോക്കുമ്പം എന്താണ്? ഇതൊരു ഇൻക്രീസ് അല്ലേ? ഇതൊരു ഇൻക്രീസിങ് സീരീസ് ആണ്. ഓക്കെ, അവിടെ 7 കഴിഞ്ഞ് 12 ആയി, പിന്നീട് 19 ആയി. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക് 39 ആണ്. അപ്പോൾ നോക്കുമ്പോൾ നമ്പേഴ്സ് തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ നമുക്ക് എന്താണ് മൾട്ടിപ്ലിക്കേഷനെ പറ്റും ചിന്തിക്കേണ്ട. ഉറപ്പായിട്ട് നമുക്ക് ഡിഫറൻസ് മാത്രം എടുത്താൽ മതിയാകും. 7 12 ആയി, +5 ചെയ്തു. 12 19 +7 ചെയ്യുന്നു. അപ്പോൾ അടുത്തെന്തായിരിക്കണം? ഇവിടെ 5ഉം 7ഉം ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് 9 ചെയ്ത് നോക്കാം. 19 + 9 28 ആണ്. അപ്പോൾ വീണ്ടും കണ്ടോ, 28 + 11 തന്നെയാണ് 39 ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പം കൺഫേം ആണ്. ഓക്കെ, എന്താ ഓപ്ഷൻ ബി 28. സിമ്പിൾ ചോദ്യം അല്ലേ? ക്ലിയർ ആണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. If in a certain language Rewari is coded as TGYCTK, then how is Delhi coded in the same code language? Okay, ഇത് വീണ്ടും കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഈ ടോപ്പിക് എന്താ? ഷിഫ്റ്റിനകത്ത് ഇപ്പം രണ്ടാമത്തെ ചോദ്യമാണ് ഷിഫ്റ്റിൽ മാത്രം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി, എന്നാ പറയുന്നത്? റിവാരി എന്ന വാക്കിന്റെ കൂടെ TGYCTK. ഓക്കെ, അപ്പോൾ വീണ്ടും പറയുവാണ്, ഒരു കാരണവശാലും എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഈ റിവാരി എന്ന് എഴുതി സമയം കളയരുത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവരെ കറസ്പോണ്ട് നമ്പേഴ്സ് എഴുതുക. അപ്പോൾ R ആക്ച്വലി 18ാമത്തെ ആള്, E5, W 23, A1, R 18, I 9. കറസ്പോണ്ടിങ് കോഡ് T അല്ലേ? T എത്രയാണ്? T 20, G 7, Y 25, C 3, T 20, K 11 അല്ലേ? അപ്പോൾ നോക്കിയേ, 18 20 ആയി, 2 കൂടി. 5 7 ആയി, അവിടെയും 2 ആഡ് ചെയ്തു. 21 25 അതും +2 ആണ്. 1 3 അതും +2 ആണ്. 18 20 അതും +2. 9 11 അതും +2. അപ്പോൾ എല്ലായിടത്തും +2 വീതം കൂടി പോവുകയാണല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? ഡൽഹി എന്ന വാക്കിന്റെ കോഡ് വേണം. ഓക്കെ, അപ്പോൾ കോഡ് മനസ്സിലായി. ഇനി ഓപ്ഷൻസ് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഓപ്ഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ 2 ലെറ്റേഴ്സ് എല്ലാ ഓപ്ഷൻ സെയിം ആയത് കാരണം നമുക്ക് ഡിയുടെയും ഇയുടെയും കോഡ് നോക്കി സമയം കണ്ട കാര്യമില്ല. ബാക്കി ഓപ്ഷൻ എയിലും ബിയിലും സിയിലും ഡിയിലും 3ാം ലെറ്റേഴ്സ് എല്ലാം വ്യത്യസ്തമായത് കാരണം ആ ഡൽഹിയുടെ എല്ലിന്റെ കോഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലേ? എല്ല് 12ാമത്തെ ആളാണ്. +2 ചെയ്യണം. 14 കിട്ടും. 14 ലെറ്റർ N ആണ്. ഓക്കെ, N ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ. പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആവശ്യം ആൾക്കാരെ മാത്രം എഴുതി നമുക്ക് മാക്സിമം ഫാസ്റ്റ് ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. സത്യം പറഞ്ഞാൽ ഈ ക്വസ്റ്റിനകത്ത് ഈ പറഞ്ഞ എല്ലാ നമ്പേഴ്സും എഴുതേണ്ട ആവശ്യം വരുന്നുണ്ടോ? നമുക്ക് കറസ്പോണ്ട് നമ്പേഴ്സ് എന്നിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ വെറുതെ അത് റിലേറ്റ് ചെയ്യാൻ ശ്രമിച്ച് നോക്കുക. ഓക്കെ, 6 റിവാരി എന്ന് വാക്കുന്നത് ഫസ്റ്റ് ലെറ്റർ R ആണ്. 18 കോഡ് T വരുന്നു. അപ്പോൾ 20 ആണ്. 18 20 ആയി, 2 കൂടി. അടുത്ത E5 അല്ലേ? G7 അവിടെയും എന്താ 2 വീതം കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. W 23, Y 25 അവിടെ 2 ആഡ് ചെയ്തു. നമ്മൾ ഇങ്ങനെ എഴുതി നോക്കാതെ തന്നെ നമുക്ക് അത്യാവശ്യം മനസ്സിലിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എപ്പോഴും പറഞ്ഞ പോലെ എത്ര പേന ഒഴിവാക്കുന്ന സമയം ലാഭം കിട്ടും. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. സെലക്ട് ദ നമ്പർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് ദാറ്റ് ക്യാൻ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ബിലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇഫ് 243 ബ്രാക്കറ്റിൽ 222 317 അങ്ങനെയെങ്കിൽ ദെൻ 548 ക്വസ്റ്റ്യൻ മാർക്ക് 621. അതായത് 243ഉം ആ 317 വെച്ച് നടുക്കത്തെ നമ്പറായ 222 കിട്ടണം അല്ലേ? ഈ ടോപ്പിക് ആക്ച്വലി എന്താണ്? മിസ്സിംഗ് നമ്പേഴ്സ്. ഓക്കെ, സിലബസ് പ്രകാരം മിസ്സിംഗ് നമ്പേഴ്സ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, നമ്പർ പസിൽ എന്ന ടോപ്പിക്കിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ചോദ്യമാണ്. ശരി, അപ്പം 243ഉം 317 വെച്ച് നമുക്ക് 222 കിട്ടണം. ഓക്കെ, അപ്പോൾ എന്തായാലും ആക്ച്വലി നടുക്കത്തെ നമ്പർ ചെറുതാണ്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാൻ പറ്റും ഈ 2 നമ്പർ ഈ 243ഉം 370 കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെ എത്തിക്കാൻ ചില ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. എന്താ 317ന്റെ കൂടെ 243 കൂട്ടുമ്പോൾ എത്ര വരുന്നുണ്ട്? 660 ഉണ്ട്. ഓക്കെ, അത് ആക്ച്വലി 666 ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 222 ആക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ എന്തായാലും
ആഡ് ചെയ്യുമ്പോൾ 660 ആണ്, പറഞ്ഞ 666 അല്ല. ഓക്കെ, അപ്പം ഡയറക്റ്റ് അഡിഷൻ അല്ല. നമുക്ക് ഡിഫറൻസ് കൂടെ എടുത്ത് നോക്കാം. 317 കൂടെ 243 ഡിഫറൻസ് എടുക്കുമ്പോൾ 74 കിട്ടും. ആ 74 നമുക്ക് 2 ആക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. എന്ത് ചെയ്താൽ മതി? 74നെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? 70 × 3 210, 4 × 3 12. അപ്പോൾ എത്രയായി? 222 ആയല്ലോ. അപ്പോൾ 74നെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ 222 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരുന്നു? ഈ പറയുന്ന 621നെ 548 ഒന്ന് കുറയ്ക്കുമ്പോൾ അല്ല എത്ര കിട്ടുന്നുണ്ട് നമുക്ക്? 73 കിട്ടും. ആ കിട്ടിയ 73നെ ഇതേ 3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. 73 × 3 എത്ര വരും? 70 × 3 210, 3 × 3 9. ഇപ്പം 219 കിട്ടും. ഓപ്ഷനകത്തുണ്ടല്ലോ, ഓപ്ഷൻ ഡി 219. ആണോ? സിമ്പിൾ ചോദ്യമായിട്ട്. അപ്പം ഇപ്പോൾ ഈ നമ്പേഴ്സായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. കാര്യം നമ്പർ പസിൽസ് വരുന്നുണ്ട്, നമ്പർ സീരീസ് വരുന്നുണ്ട്, നമ്പർ അനലോഗി വരുന്നുണ്ട്, നമ്പർ ക്ലാസിഫിക്കേഷൻ ഓടും ഔട്ടും വരുന്നുണ്ട് അല്ലേ? അപ്പോൾ കുറേ വരുടെ ക്വസ്റ്റ്യൻസ് ഈ ടോപ്പ് നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കാരണം നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്പേഴ്സ് നല്ലൊരു സ്നേഹബന്ധം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ പെട്ടെന്ന് ഇതുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, സ്പീഡ് ഉറപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഇൻ എ റോ ഓഫ് സ്റ്റുഡൻസ്, വൺ സ്റ്റുഡൻറ് ഈസ് 10th ഫ്രം ഐദർ എൻഡ് ഓഫ് ദ റോ. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദ റോ? ഓക്കെ, സിമ്പിൾ ചോദ്യം അല്ലേ? നമ്മുടെ റാങ്കിങ് ആൻഡ് ഓർഡറിങ്. ഓക്കെ, റാങ്കിങ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താ പറയുന്നത്? ഒരു റോ ഓഫ് സ്റ്റുഡൻസിൽ ഒരു സ്റ്റുഡൻറ് എന്താണ് 10th ഫ്രം ഐദർ എൻഡ് ഓഫ് ദ റോ അല്ലേ? രണ്ട് എൻഡി നോക്കുമ്പോഴും ലെഫ്റ്റ് എൻഡിൽ നിന്നും റൈറ്റ് എൻഡി നോക്കുമ്പോൾ അവന്റെ സ്ഥാനം എത്രയാണ്? 10ാമത്തെ സ്ഥാനമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ചോദ്യം ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദ റോ? എത്ര സ്റ്റുഡൻസ് ഉണ്ട്? അപ്പോൾ ലെഫ്റ്റിൽ നോക്കുമ്പോൾ റൈറ്റിൽ നോക്കുമ്പോൾ 10ാമത്തെ സ്ഥാനമാണെങ്കിൽ എന്തായിരിക്കും? ഈ പയ്യൻ, ആ പയ്യന്റെ ലെഫ്റ്റ് സൈഡിൽ 9 പേരുണ്ടാകും, ആ പയ്യന്റെ റൈറ്റ് സൈഡിൽ 9 പേരുണ്ടാകും അല്ലേ? അപ്പോൾ ടോട്ടൽ നമ്പർ എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയായിരിക്കും? ഈ 9ഉം ആ പയ്യനോട് ചേർത്ത് 10ആയി. ഈ 9 കൂടെ ചേർത്തിട്ടുണ്ട് 19 സ്റ്റുഡൻസ് ഉണ്ടാകും. ഓപ്ഷൻ ബി 19. ഭയങ്കര സിമ്പിൾ ചോദ്യമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായാലോ? എന്താ പറഞ്ഞിരിക്കുന്നത്? വൺ സ്റ്റുഡൻറ് ഈസ് 10th ഫ്രം ഐദർ എൻഡ് ഓഫ് ദ റോ. രണ്ട് എൻഡി നോക്കുമ്പോൾ അവന്റെ സ്ഥാനം 10ാം സ്ഥാനമാണ്. അപ്പം അവന്റെ സ്ഥാനത്ത് ഇടത്തോട്ട് നോക്കിയാൽ 9 പേരാണ്, വലത്തോട്ട് നോക്കിയാൽ 9 പേരുണ്ട്. അപ്പോൾ മൊത്തം എത്ര പേരുണ്ടാകും? 19 പേരുണ്ടാകും. ഓക്കെ, ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. എ സ്റ്റേറ്റ്മെന്റ് ഈസ് ഗിവൻ ഫോളോഡ് ബൈ 2 ആർഗ്യുമെന്റ്സ്. ഡിസൈഡ് വിച്ച് ഓഫ് ദ ആർഗ്യുമെന്റ്സ് ഈസ് ഓർ ആർ സ്ട്രോങ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആർഗ്യുമെന്റ്സ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആർഗ്യുമെന്റ്സോട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക? നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ചിലപ്പോൾ അത് ക്വസ്റ്റ്യൻ രൂപേണ ആകാം, അല്ലെങ്കിൽ നോർമൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം. ആ സ്റ്റേറ്റ്മെന്റിനെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. എപ്പോഴും സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബന്ധപ്പെട്ട എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും സ്റ്റേറ്റ്മെന്റ്സിനെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക? ഉത്തരത്തിലേക്ക്. ഓക്കെ, അല്ലെങ്കിൽ അസംഷൻ എടുക്കാനോ കൺക്ലൂഷൻ എടുക്കാനോ അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, സ്റ്റിക്ക് ഓൺ ടു ദ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എപ്പോഴും. ആ സ്റ്റേറ്റ്മെന്റിനെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ട് കരുതിക്കൊണ്ട് എന്ത് ചെയ്യുക? അതിനുള്ള ആർഗ്യുമെന്റ്സ് സ്ട്രോങ് ആണോ വീക്ക് ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താണ്? 2 ആർഗ്യുമെന്റ്സ് ഉണ്ട്. രണ്ടുപേരും എന്താ അനുകൂലിച്ച്, രണ്ടുപേരും എസ് ആണ്, രണ്ടുപേരും അനുകൂലിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ചിലപ്പം എന്താ 2 സ്റ്റേറ്റ്മെന്റ്സ് ഒരാൾ അനുകൂലിച്ചും മറ്റൊന്ന് പ്രതികൂലിച്ചും വരാം. അപ്പോൾ എങ്ങനെ ആർഗ്യൂ ചെയ്താലും സ്റ്റേറ്റ്മെന്റ് നമ്മൾ തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. അപ്പോൾ എങ്ങനെ ആർഗ്യൂ ചെയ്താലും തരുന്ന സ്റ്റേറ്റ്മെന്റ്സ് സ്ട്രോങ് ആണോ വീക്ക് ആണോ ആക്ച്വലി ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോയി എന്താ പറയുന്നത്? ലൈഫ് എക്സ്പെക്ടൻസി ഓഫ് ഇന്ത്യൻസ് ആർ ഇൻക്രീസിങ്. അപ്പോൾ ഇന്ത്യക്കാരുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടി വരണം അല്ലേ? അതാണ് ആയുസ് കൂടി വരികയാണ്. ഓക്കെ, 2 ആർഗ്യുമെന്റ്സ് ഉണ്ട്. രണ്ടും അനുകൂലിച്ചാണ്. ഫസ്റ്റ് എന്താ പറയുന്നത്? യെസ്, പീപ്പിൾ ആർ ഗെറ്റിംഗ് ബെറ്റർ മെഡിക്കൽ ഫെസിലിറ്റീസ്. ഉറപ്പായിട്ടും നല്ല മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലൈഫ് എക്സ്പെക്ടൻസി കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തറിയാം? ഇത് സ്ട്രോങ് അല്ലേ? സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണ്. ഓക്കെ, സെക്കൻഡ് നോക്കാം. യെസ്, പീപ്പിൾ ആർ ഡൂയിങ് മോർ ഫിസിക്കൽ എക്സസൈസസ് നൗ. പീപ്പിൾ എന്താണ്? ആളുകൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നന്നായിട്ട് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും അങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് അവർക്ക് എന്താണ്? അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഉറപ്പായിട്ട് അവരെ ലൈഫ് എക്സ്പെക്ടൻസി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടും അല്ലേ, രണ്ടാമത്തെ ആർഗ്യുമെന്റും സ്ട്രോങ് എന്ന് കൺഫേം ആയിട്ട് പറയാൻ പറ്റും അല്ലേ? അപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെച്ച് കമ്പയർ ആണ് പറയുന്നത്. ഇന്ത്യൻസിന്റെ ലൈഫ് എക്സ്പെക്ടൻസി ഇൻക്രീസ് ആയി കൂടി വരികയാണ്. ഉറപ്പായിട്ടും എന്താണ്? ഫസ്റ്റ് ആർഗ്യുമെന്റ് എടുക്കുമ്പോൾ പീപ്പിൾ ആർ ഗെറ്റിംഗ് ബെറ്റർ മെഡിക്കൽ ഫെസിലിറ്റീസ്. ഉറപ്പായിട്ടും നല്ല മെഡിക്കൽ ഫെസിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരെ എന്താണ്? ലൈഫ് എക്സ്പെക്ടൻസി കൂടാൻ സാധ്യതയുണ്ട്. നമുക്ക് അതുകൊണ്ട് സ്ട്രോങ് എന്ന് തന്നെ പറയാൻ സാധിക്കും. സെക്കൻഡ് എന്താണ്? യെസ്, പീപ്പിൾ ആർ ഡൂയിങ് മോർ ഫിസിക്കൽ എക്സസൈസ് നൗ. ഇപ്പം നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന കാരണം സ്വാഭാവികമായിട്ട് അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. അപ്പോൾ അത് കാരണം അവരുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്ട്രോങ് എന്ന് പറയാൻ സാധിക്കും. ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി. ബോത്ത് ആർഗ്യുമെന്റ്സ് 1 and 2 ആർ സ്ട്രോങ്. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. അറേഞ്ച് ദ ഗിവൻ വേർഡ്സ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. ഓക്കെ, ഇപ്പോൾ തന്നിരിക്കുന്ന 4 വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം?
ആൽഫബറ്റിക്കൽ ഓർഡർ അല്ലെങ്കിൽ ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടോപ്പിക് എന്താ? അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ് ഇൻ ലോജിക്കൽ ഓർഡർ. വേർഡ്സ് ഇൻ ലോജിക്കൽ ഓർഡർ. ഓക്കെ, ഈ ടോപ്പിക്കിലെ സിമ്പിൾ ചോദ്യമാണത്. ശരി, എന്താ പറയുക, 4 വാക്കുകളുണ്ട്. ഇവരെ എന്താണ് ഡിക്ഷണറി വൈസ് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഉറപ്പായിട്ടും ഓക്കെ എം കഴിഞ്ഞിട്ടാണ് എസും പിയും വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇവർ രണ്ടുപേരായിരിക്കും ആദ്യം വരേണ്ട 2 വാക്കുകൾ. ഓക്കെ, അതിനകത്ത് തന്നെ ഐ കഴിഞ്ഞിട്ടേ ഒ വരുവുള്ളൂ അല്ലേ. അപ്പം ആദ്യം ഉറപ്പായിട്ടും എ വരുന്നു, പിന്നെ ബി മോഡറേറ്റ് വരും അല്ലേ. പിന്നീട് ആരായിരിക്കും വരിക? പിന്നീട് പി കഴിഞ്ഞിട്ട് എസ് വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രൊഫൗണ്ട് കഴിഞ്ഞിട്ട് എന്താ സിവിയർ വരും. അപ്പോൾ ദാറ്റ് മീൻസ് എ ബി ഡി സി. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ചോദ്യമായിരുന്നു. മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, ദ ഗിവൺ ടേബിൾ ഷോസ് ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ബൾബ്സ് സോൾഡ് ഇൻ എ ഷോപ്പ് ഡ്യൂറിങ് എ വീക്ക്. ഓക്കെ, അപ്പോൾ വീണ്ടും ടേബിൾ. ഓക്കെ, ടേബിളാണ് ചോദ്യം. ഓക്കെ, അത് നമ്മൾ ഡി ഐ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഈ ഷിഫ്റ്റിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ ഡി ആയിട്ട് വന്നിരിക്കുന്നത്. അതിൽ ടേബിൾ തന്നെ 3ാമത്തെ ചോദ്യം. ഒരു ചോദ്യം എന്തായിരുന്നു? നമ്മുടെ പൈ ചാർട്ട് ആയിരുന്നു അല്ലേ. ശരി, അപ്പോൾ ഇവിടെ ചോദ്യം തന്നിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനിയിൽ നമ്പർ ഓഫ് ബൾബ്സ് അല്ലേ, ബൾബുകൾ വിറ്റ ആ എണ്ണമാണ് കാണിച്ചിരുന്നത് അല്ലേ. തിങ്കളാഴ്ച 25 എണ്ണം, ചൊവ്വാഴ്ച 100, ബുധനാഴ്ച 150, വ്യാഴാഴ്ച 200, വെള്ളിയാഴ്ച 75, ശനിയാഴ്ച 90 ആണ്. അപ്പോൾ ചോദ്യം എന്താണ്? ഓൺ വിച്ച് ഡേ വാസ് ദ ഡെയിലി സെയിൽ ക്ലോസസ്റ്റ് ടു ദ ആവറേജ് സെയിൽ ഫോർ ദ വീക്ക്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നതിനകത്ത് എന്താ ആ വീക്കിലെ ആ ഒരാഴ്ചയിലെ ആവറേജ് സെയിലിനോട് അടുത്ത് നിൽക്കുന്ന ദിവസം ഏതാണ് അല്ലേ, അതാ കണ്ടുപിടിക്കേണ്ടത്. അപ്പം മെയിൻലി എന്ത് വേണം? നമുക്ക് ഇവിടുത്തെ ആവറേജ് സെയിൽ കാണണം. ആവറേജ് എങ്ങനെ കാണാം? ടോട്ടൽ സം ഡിവൈഡ് ബൈ നമ്പർ ആണ് ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സം എത്ര വരുന്നുണ്ട്? ഓക്കെ, 25ഉം 100ഉം 125 പ്ലസ് 150. ഓക്കെ, ഇതെല്ലാം ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ 125 പ്ലസ് 150 275 പ്ലസ് 200 475 പ്ലസ് 75 550 പ്ലസ് 90 എത്ര വരുന്നുണ്ട്? നമുക്ക് 640 ആണ് സമ്മ്. ഹോൾ ഡിവൈഡ് ബൈ നമ്പർ എത്രയാണ്? 6 ദിവസത്തെ സെയിലാണ് കാണിച്ചത്. ബൈ 6 ചെയ്യണം. ഓക്കെ, അപ്പോൾ 640 / 6 എന്ന് പറഞ്ഞാൽ 6 40. ഓക്കെ, 0 36 എന്ന് കിട്ടും. വീണ്ടും 4 വരും. ഉറപ്പായിട്ടും 0.6 അല്ലേ, 106.66 എന്നാണ് അവർ ആവറേജ് കിട്ടുന്നത്. അപ്പം ഈ പറയുന്ന ആവറേജിന് അടുത്ത് നിൽക്കുന്ന നമ്പറാണ് ബേസിക്കലി വേണ്ടത്. അതെവിടെ ഉള്ളത്? അത് ചൊവ്വാഴ്ച ട്യൂസ്ഡേ ആണ് അല്ലേ. ട്യൂസ്ഡേ ആണ് ഓപ്ഷൻ ഡി. ട്യൂസ്ഡേ ഡയറുമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയുള്ള സംഭവം ക്ലിയർ അല്ലേ. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഓക്കെ, ഇതെന്താ? നമ്മുടെ ലെറ്റർ സീരീസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഓക്കെ, WSOK. നെക്സ്റ്റ് ലെറ്റർ ആരാന്ന് കണ്ടുപിടിക്കണം. വെറുതെ കറസ്പോണ്ട് നമ്പേഴ്സ് എടുത്ത് നോക്കാം അല്ലേ. നമ്പേഴ്സ് നമ്മൾ W23 ആണ്, S19, O15, K11 അല്ലേ. എന്ത് സംഭവിച്ചു? എല്ലായിടത്തും 4 വീതം കുറഞ്ഞു. അങ്ങനെയെങ്കിൽ 11 - 4 7 എന്ന് കിട്ടും. 7 ആരാ? ലെറ്റർ ജി ആണ്. ഓപ്ഷൻ ബി ആണ്. ഭയങ്കര സിമ്പിൾ ചോദ്യമായിരുന്നു. ക്ലിയർ അല്ലേ. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? കരിയപ്പ, കാർഗിൽ, കത്താരി, മനീക്ഷ ആൻഡ് സുബർത്തോ ആർ 5 different southerns in Sainik school. Kargil is to right of Subarto and Katari is the left of Cariappa and right of Kargil. Subarto is to right of Maniksha. Which southern is in middle? Okay, is in the middle. ഇതാണ് ചോദ്യം. ഈ ചോദ്യം എന്താ? നമ്മുടെ പസിൽ. ഓക്കെ, പസിലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം അല്ലേ. പസിലാണ്. അപ്പം ഇവിടെ 5 സദൻസ് ഉണ്ട് അല്ലേ എന്നാണ്. ഈ 5 പേരും സൈനിക് സ്കൂളിൻ്റെ 5 സദനുകളാണ്. അപ്പോൾ ഇവരെന്താണ്? ഒരു അറേഞ്ച്മെന്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് വേണമെങ്കിൽ അറേഞ്ച്മെന്റ് സീറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഈ ടോപ്പിക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ശരി, അപ്പം എന്താ പറയുന്നത്? കാർഗിൽ ഈസ് ടു ദ റൈറ്റ് ഓഫ് സുബർത്തോ. ഓക്കെ, കാർഗിൽ എന്ന് പറയുന്നത് സുബർത്തോ എന്ന് പറയുന്ന സദന്റെ റൈറ്റ് സൈഡ് അല്ലേ, അതിന്റെ റൈറ്റിലാണ് കാർഗിൽ. ഓക്കെ, ഉറപ്പായിട്ടും സുബർത്തോ ഇവിടെ ആണെങ്കിൽ ഇവിടെയാണ് റൈറ്റ്, ഇത് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും, സംശയമില്ല. ഓക്കെ, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? കത്താരി ഈസ് ദ ലെഫ്റ്റ് ഓഫ് കരിയപ്പ. കരിയപ്പയുടെ ലെഫ്റ്റിലാണ് കത്താരി ആൻഡ് റൈറ്റ് ഓഫ് കാർഗിൽ. ഓക്കെ, ആൻഡ് ആയത് കാരണം. ഓക്കെ, ആൻഡ് അല്ലെങ്കിൽ ബട്ട് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആദ്യം പറയുന്ന കത്താരിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ കത്താരി എന്താകും? കരിയപ്പയുടെ ലെഫ്റ്റും അതുപോലെ കാർഗിലിന്റെ റൈറ്റുമാണ്. അപ്പൊ ഉറപ്പായിട്ടും കാർഗിലിന്റെ റൈറ്റ് ഇവിടെയാണല്ലേ, ഇവിടെയാണ് കത്താരി എന്ന് പറയുന്ന സദൻ വരുന്നത്. ഓക്കെ, അതുപോലെ കത്താരി എവിടെയാണ്? കരിയപ്പയുടെ ലെഫ്റ്റുമാണ്. കണ്ടോ? ക്ലിയർ ആയല്ലോ. ഇനി എന്താ പറയുന്നത്? സുബർത്തോ ഇസ് റൈറ്റ് ഓഫ് മനീക്ഷ. സുബർത്തോ എന്താണ്? മനീക്ഷയുടെ റൈറ്റ് ആണ്. അല്ലേ. ഉറപ്പായിട്ടും മനീക്ഷ റൈറ്റ് സുബർത്തോ വന്നു. ചോദ്യം എന്താ? വിച്ച് സദൻ ഈസ് ഇൻ ദ മിഡിൽ. മിഡിലുള്ള സദൻ ആരാണ്? ഏറ്റവും മിഡിലായിരിക്കുന്നു കാർഗിൽ ഇരിക്കുന്നു. സിമ്പിൾ ചോദ്യം അല്ലേ. മിഡിലിൽ കാർഗിൽ ഇരിക്കുന്നു. ഉത്തരം എന്താ?
ഓപ്ഷൻ ബി കാർഗിൽ. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡി ഹാസ് എ ബ്രദർ എ, ബി ഈസ് എ സൺ ഓഫ് സി, ബി ഈസ് സി's ഫാദർ. ഇൻ ടേംസ് ഓഫ് റിലേഷൻഷിപ്പ് വാട്ട് ഈസ് എ ഓഫ് ബി? ഓക്കെ, ഇപ്പോൾ എന്താ നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ് അല്ലേ? അപ്പോൾ ഈ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ രണ്ടാമത്തെ ചോദ്യമാണ് ഈ ഷിപ്പിൽ ചോദിച്ചിരിക്കുന്നത്. ശരി, എന്താ പറയുന്നത്? ഡി ഹാസ് എ ബ്രദർ എ. അപ്പോൾ കറക്റ്റ് ഫാമിലി ട്രീ വരയ്ക്കുക. ഡിക്ക് എന്താ എ എന്ന് പറഞ്ഞാൽ ഡി ഹാസ് എ ബ്രദർ എ, ഡിക്ക് എ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. അതുകൊണ്ട് എ ഉറപ്പായിട്ടും പുരുഷനാണ്. ഇപ്പൊ ഈ ഒരു സെന്റൻസ് വെച്ച് നമുക്ക് ഡിയുടെ ജെൻഡർ നമുക്ക് അറിയത്തില്ല. എന്താ പറയുന്നത്? ഡി ഈസ് എ സൺ ഓഫ് സി. ഡി എന്ന് പറയുന്ന വ്യക്തി സിയുടെ മകനാണ്. മകനായത് കാരണം ഡി പുരുഷനാകും, മെയിലാകും അല്ലെ? ഇപ്പൊ സിയുടെ മകനാണ് ഡി. അപ്പൊ ഉറപ്പായിട്ടും സിയുടെ 2 മക്കൾ എയും ഡിയും ആയിട്ടുണ്ട്. ഇതെന്താ പറയുന്നത്? ബി ഈസ് സി's ഫാദർ. ബി എന്ന് പറയുന്ന വ്യക്തി സിയുടെ അച്ഛനാണ് ബി. സിയുടെ അച്ഛനാണ് ബി. അതുകൊണ്ട് ബി എന്താകും? പുരുഷനാകും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ചോദ്യം വാട്ട് ഈസ് എ ഓഫ് ബി? എ ബിയുടെ ആരാണ്? ഉറപ്പായിട്ടും ബിയുടെ മകനോ മകളോ ആയ സിയുടെ 2 ആൺമക്കളാണ് എയും ഡിയും അല്ലെ? അതുകൊണ്ട് എന്ത് പറയാം? എ എന്താകും? ബിയുടെ ഗ്രാൻഡ് സൺ അല്ലെ? ചെറുമകനാണ് അല്ലെങ്കിൽ പൗത്രനാണ് അല്ലെ? ഗ്രാൻഡ് സൺ. ഓപ്ഷൻ ബി എന്ന് കിട്ടുന്നു. സിമ്പിൾ ചോദ്യം. തിരിച്ചാണെങ്കിൽ വാട്ട് ഈസ് ബി ഓഫ് എ എന്ന് പറഞ്ഞാൽ ബി എന്താകും? ഗ്രാൻഡ് ഫാദർ ആകും. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, സെലക്ട് ദ വേർഡ് ഫ്രം ഓപ്ഷൻസ് വിച്ച് ഈസ് സിമിലർ ടു ദ ഗിവൺ വേർഡ്സ് ഇൻ എ സർട്ടൻ മാനർ. അപ്പൊ തന്നിരിക്കുന്ന ഈ 3 വാക്കുകൾ എന്താണ്? ഒരു സർട്ടൻ ഒരു പ്രത്യേക പാറ്റേൺ റിലേഷൻ ആളുകളാണ്. അങ്ങനെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ആരാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്, സിമിലർ പാറ്റേണിൽ വരുന്ന ആരെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ സ്റ്റേബിൾ, ബറോ, നെസ്റ്റ് ഈ തന്നിരിക്കുന്ന വാക്കുകളൊക്കെ എന്താ? ബേസിക്കലി ആനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സിന്റെ എന്താ? ഹാബിറ്റാറ്റ് ആണ്. അപ്പം ഉറപ്പായിട്ട് നമ്മുടെ SSC റീസണിങ്ങിനകത്ത് അനലോഗിയിലും അതുപോലെ തന്നെ നമ്മുടെ ഓടുമേനോട്ടിലൊക്കെ ഈ പറയുന്ന ആനിമൽസുമായിട്ടുള്ള ബേസിക് സ്ട്രാറ്റജി ഒക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഹാബിറ്റാറ്റ് അത്യാവശ്യം വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ ആനിമൽസിന്റെ യങ് വൺസ്, അതുപോലെ സൗണ്ട്, ഓക്കെ, പിന്നെ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് അല്ലെങ്കിൽ കളക്റ്റീവ് നൗൺ നിങ്ങൾ അത്യാവശ്യം വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, അപ്പം ഈ സ്റ്റേബിൾ, ബറോ, നെസ്റ്റ്. ഓക്കെ, സ്റ്റേബിൾ എന്താ? ആക്ച്വലി എന്താ? സ്റ്റേബിൾ നമ്മുടെ കുതിര. ഓക്കെ, കുതിരയുടെ ഷെഡാണ് അല്ലേ? ഹോഴ്സ്. ഓക്കെ, കുതിരയുടെ തൊഴുത്താണ് സ്റ്റേബിൾ എന്ന് പറയുന്നത്. ഈ ബറോ എന്താണ്? ബറോ ആക്ച്വലി നമ്മുടെ റോഡൻസ് അല്ലേ? എലിവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ റാബിറ്റ്സിന്റെ ഒക്കെ ഹാബിറ്റാറ്റ് ആണ് ബറോ എന്ന് പറയുന്നത്. നെസ്റ്റ് എന്താ? നെസ്റ്റ് നമുക്കറിയാം ബേർഡ്സ് അല്ലെ? പക്ഷികളുടെ കൂടാണ്. അങ്ങനെ ആ രീതിയിൽ വരുമ്പോഴത്തേക്ക് ഏത് ഓപ്ഷൻ വരിക? ഓപ്ഷൻ സ്ലിം എന്തായാലും വരത്തില്ല. ഹേർഡ്. ഓക്കെ, ഹേർഡ് വരുമോ? ഇല്ല. ഹേർഡ് ആക്ച്വലി എന്താ? ഗ്രൂപ്പ് ഓഫ് കാറ്റിൽസ്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് കാറ്റിൽസ് ആണ് അല്ലേ? നമ്മുടെ എന്താണ്? കൗ, ഷീപ്പിന്റെ ഒക്കെ ഗ്രൂപ്പിനാണ് ഹേർഡ് എന്ന് പറയുന്നത്. ഇനി സിറ്റി വരില്ല. ഉറപ്പായിട്ട് ഡെൻ ആണല്ലേ? നമുക്കറിയാം വൈൽഡ് ആനിമൽസ് അല്ലെ? വന്യമൃഗങ്ങളുടെ എന്താ? ഹാബിറ്റാറ്റ് ആണ് ഡെൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ക്ലാസ് വീഡിയോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എക്സാംസിന് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഞാൻ ഏതൊക്കെ ഏരിയയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിലാണ് വീക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സ്പീഡ് വരെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ശരി, കുഞ്ഞുങ്ങളെ മറ്റു വിഷയങ്ങൾ പറയാം. ഓക്കെ, നിങ്ങൾ SSC അല്ലെങ്കിൽ RRBക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്ത് ശ്രമിക്കുക. അടൂർ ഏണസ്റ്റ് അക്കാഡമിയിൽ പുതിയ SSCയുടെ അല്ലെങ്കിൽ റെയിൽവേയുടെ പുതിയൊരു ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയ ഡീറ്റെയിൽസ് കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? താഴെ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പർ കണക്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങളെ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ് കാണാം.